മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ചില സ്ഥലങ്ങളിൽ, ചില വിദ്യാലയങ്ങളിൽ, ചില സ്ഥാപനങ്ങളിൽ, ചില സംഘടനകളിൽ, ചില പ്രസ്ഥാനങ്ങളിലെല്ലാം പോയി അവിടെ കാണുന്നതും കേൾക്കുന്നതും അവർ പ്രാവർത്തികമാക്കിയിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇതേപോലെ യൂട്യൂബിൽ വിവരിക്കാറുണ്ട്. അത് വളരെ ധന്യമായിട്ടുള്ള ഒരു അനുഭവമായിട്ട്, അനുഭൂതിയായിട്ട് തോന്നാറുമുണ്ട്. അങ്ങനെ ഒരു അനുഭവമാണ് അടുത്ത കാലത്ത്, ഇന്നലെ മിനിഞ്ഞാന്നും എല്ലാമായിട്ട് തൃപ്പൂണിത്തുറയിൽ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ശ്രീ നാരായണ ആയുർവേദ ആശുപത്രിയിലേക്ക് പോയപ്പോൾ, മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിൽ, SN മെഡിക്കൽ സെന്റർ ആയുർവേദത്തിൻ്റെയാണ്. അവിടെ പോയപ്പോൾ അവിടെ ഒരു ഡോക്ടറും ഉണ്ട്. അദ്ദേഹം ആയുർവേദവും പഠിച്ചിട്ടുണ്ട്, മോഡേൺ മെഡിസിനും MBBS എടുത്തിട്ടുള്ള ആളാണ്. യഥാർത്ഥത്തിൽ അവിടെ ചികിത്സയ്ക്ക് വന്ന പലരുടെയും അവസ്ഥയിൽ അവിസ്മരണീയമായിട്ടുള്ള ഒരു സംഭവമാണ്. അമേരിക്കയിൽ ഏതാണ്ട് സ്ഥിരതാമസമാക്കിയ എൻ്റെ അകന്ന ഒരു ബന്ധുവിനുണ്ടായ അനുഭവം, പിന്നെ അതുപോലെ നൂറുകണക്കിന് ആൾക്കാർക്ക് ഉണ്ടായി എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനൊരു സന്ദേശം തരുന്നത്. എൻ്റെ സഹോദരിയുടെ മകളുടെ ഭർത്താവ് പ്രാക്ടിക്കലി 2 കാലും പാരലൈസ്ഡ് ആയ മാതിരിയാണ്. പോളിയോ ഒന്നുമല്ല, ആസച്ച് പാരലൈസ്ഡ് ആയ മാതിരി. അമേരിക്കയിൽ ട്രീറ്റ് ചെയ്തു. വലിയൊരു കമ്പനിയിലെ ഉദ്യോഗസ്ഥനായ സ്ഥിതിക്ക് അഫോർഡ് ചെയ്യാവുന്ന പൈസ ഉണ്ട്. ഇപ്പോൾ കാലിൻ്റെ അസ്ഥികളെല്ലാം ദ്രവിച്ചു പോകുന്നു. ഇനി നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് ഇത് മാത്രമേ പറ്റുള്ളൂ. റീപ്ലേസ് ചെയ്താലും 10-15 വർഷം നിൽക്കും, പിന്നെ ഇതേപോലെ തന്നെ ആവും എന്ന് അവർ പറഞ്ഞു. ഏതായാലും റീപ്ലേസ് ചെയ്യാൻ നിന്നില്ല. പിന്നെ ചൈനയിൽ ഇങ്ങനെ ഒരു ചികിത്സാ സമ്പ്രദായമുണ്ടെന്ന് പറഞ്ഞ് ഒരു 10-25 പ്രാവശ്യമെങ്കിലും അമേരിക്കയിൽ നിന്ന് ചൈനയിൽ പോയിട്ട് ചികിത്സിച്ച് തിരിച്ചു വന്നു. രാവിലെ പോകും, 3 ദിവസത്തെ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വരും. അടുത്ത മാസം പിന്നെയും പോകും. അങ്ങനെ 10-25 പ്രാവശ്യം അമേരിക്കയിൽ നിന്ന് ചൈനയിൽ പോയിട്ട് ചികിത്സിച്ച് തിരിച്ചു വന്നു. എന്നിട്ടും യാതൊരു മാറ്റമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്റർനെറ്റിൽ അവരുടെ അസുഖം മാറിയവരുടെ കുറേ പേരുടെ അഭിപ്രായങ്ങളെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ച് തൃപ്പൂണിത്തുറയിലെ പഴയ ബസ് സ്റ്റാൻഡിലെ ഈ SN മെഡിക്കൽ സെന്ററിൽ വന്നത്. അവിടെ ഒരു ഒറ്റമുണ്ടുടുത്ത് സാധാരണ ഷർട്ടുമിട്ട് ഒരു ഡോക്ടർക്ക് സാധാരണ രീതിയിൽ കിട്ടുന്ന ഇംപ്രസീവായിട്ടുള്ള ലുക്ക് കാര്യമായിട്ടൊന്നും ഇല്ലാതെ, വളരെ തമാശ പറഞ്ഞ് വളരെ കാര്യമായി, വളരെ സീരിയസ് അല്ലാത്ത വിധത്തിൽ ജീവിതത്തെ കണ്ട് ചികിത്സിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഒരു 15 ദിവസം ട്രീറ്റ്മെന്റ് നടത്തി. അങ്ങനെ 3 വർഷം. ഇപ്പോൾ ആ അമേരിക്കയിലെ എൻ്റെ അകന്ന ബന്ധു പൂർണ്ണ ആരോഗ്യവാനായിട്ട് വളരെ നല്ല രീതിയിൽ നടന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയിലെയും ചൈനയിലെയും ഡോക്ടർമാര് ചോദിച്ചു അത്ര ഇതെന്ത് സംഭവിച്ചു എന്ന്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കണില്ല. ഏതായാലും മറ്റ് ആധുനിക വൈദ്യവും മറ്റെല്ലാം കൈവിട്ട ഒത്തിരി കേസുകൾ നടക്കാൻ പറ്റാതെ, കുനിയാൻ പറ്റാതെ, അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന ആ ശരീരത്തിൽ വളരെ ഉജ്ജ്വലമായിട്ടുള്ള റിഫൈനിങ്, റിഫ്രഷ്മെന്റും വരുത്തിയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ആയിരക്കണക്കിന് വ്യക്തികൾക്ക് 2 സെന്റർ ഉണ്ട് അവർക്ക്. അവിടെ ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് പോയപ്പോഴാണ് അവിടുത്തെ ആ അനുഭവങ്ങളുടെ ചരിത്രം, നൂറുകണക്കിന് വ്യക്തികൾക്ക് ഉണ്ടായ അനുഭവങ്ങളുടെ ചരിത്രം എനിക്ക് നേരിട്ട് അകത്തിരുന്നുകൊണ്ട് മനസ്സിലാക്കാനും കാണാനും എല്ലാം സാധിച്ചത്. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം വേറൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് തരാനാണ്. ആധുനിക ശാസ്ത്രം, ആധുനികമായിട്ടുള്ള മെഡിക്കൽ സിസ്റ്റം എന്ന് നമ്മളോട് പറയാറുള്ളത്
ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ മോഡേൺ മെഡിസിൻ വളരെ സഹായിക്കും. ഈ വാക്കാണ് ഇപ്പോൾ ഡോക്ടർമാർ ഉപയോഗിക്കുക. തലവേദനയുണ്ട്, അത് തളരുമ്പോൾ തലവേദനയ്ക്ക് മരുന്ന് കൊടുക്കാം. അത് 5 രൂപയുടെയോ 2 രൂപയുടെയോ 1 രൂപയുടെയോ കഴിഞ്ഞാൽ തലവേദന പോയി. അപ്പോൾ ആ ദിവസത്തെ ക്വാളിറ്റി ലൈഫ് കൂടി. വേറെ ഏതെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ അതിന് മരുന്ന് കൊടുക്കുക, കെമിക്കലായിട്ട് കൊടുക്കുക, അപ്പോൾ അത് പോയി. അത് വളരെ നല്ലൊരു കാര്യമാണ്, ഒരിക്കലും ചീത്തയാണെന്നല്ല. പക്ഷെ ഈ മരുന്നുകളെല്ലാം കഴിച്ചിട്ട് അതിലെ ചെറിയ ചെറിയ സൈഡ് ഇഫക്റ്റ് ഉണ്ടാകുന്നത് സാരമല്ല, ഇഗ്നോർ ചെയ്യാൻ സാധിക്കും. പക്ഷെ മേജർ സൈഡ് ഇഫക്റ്റ് ഉണ്ടാവുന്നത്, മേജർ സൈഡ് ഇഫക്റ്റ് ജീവിതം മൊത്തത്തിൽ തൊലഞ്ഞു പോകുന്ന ഒരവസ്ഥ, സാമ്പത്തികമായിട്ട് പൂർണ്ണമായിട്ടും സീറോ ആകുന്നൊരവസ്ഥ, എന്നിട്ട് അവസാനം അത്രയും ചികിത്സ കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാ എന്ന് ഡോക്ടർമാർ കൈമലർത്തുന്ന അവസ്ഥ. അങ്ങനെ എല്ലാ മോഡേൺ സിസ്റ്റവും ഫെയിലാവുമ്പോൾ ഇനി വേണമെങ്കിൽ ആയുർവേദത്തിൽ പോയി നോക്കൂ, ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ ജീവിതത്തിൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വരാൻ പറ്റാതെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും പോയി, വേണ്ടാത്ത മരുന്നുകളെല്ലാം കഴിച്ചു, വളരെ ടെറിബിൾ നെഗറ്റീവ് എഫക്റ്റ്, ശരീരത്തിൽ പോയിസണസ് എഫക്റ്റ് തന്നെ, പോയിസണസ് തന്നെയാണ് ഈ കെമിക്കലിൽ പലതും, എല്ലാം അങ്ങനെയാണെന്നല്ല പറയുന്നത്. അങ്ങനെ തളർന്ന് വീണ്ടും കട്ടിലിൽ തന്നെ കുടുംബം വരെയും പണയപ്പെടുത്തി, വീട് വരെ പണയപ്പെടുത്തി ജീവിക്കേണ്ടി വരുന്ന വ്യക്തിയുടെ മുമ്പിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെ ഈ SN മെഡിക്കൽ സെന്ററും അവിടുത്തെ ഡോക്ടർ യോഗിദാസ് എന്ന് പറയുന്ന ഒരു അച്ഛനും അമ്മയും അറിഞ്ഞിട്ട പേരാണെന്ന് തോന്നുന്നു, യോഗി എന്ന പേര് തന്നെ. അത് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലാതിരുന്ന ആലപ്പുഴയിൽ ചെറിയ രീതിയിൽ പിഴിച്ചിലൊക്കെ നടത്തിയിരുന്ന ഒരു വൈദ്യന്റെ ശിഷ്യനായിട്ട്, ആ വൈദ്യൻ ഇപ്പൊ ഇല്ല, തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിച്ച് നന്നായിട്ട് വരണമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച ഈ യോഗിദാസിനെ കണ്ടപ്പോഴും അവിടുത്തെ രോഗികളുടെ അസുഖം മാറിയതിൻ്റെ ലിസ്റ്റ് ജസ്റ്റ് നോക്കിയപ്പോഴും അസുഖം മാറിയ വ്യക്തികളെ കണ്ടപ്പോഴും അവര് ആധുനിക ശാസ്ത്രം അമേരിക്കയിലും ചൈനയിലും ബാക്കി എല്ലായിടത്തും കൈവിട്ടത് ഇവിടെ വളരെ ലളിതമായിട്ട് ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയും എല്ലാം ചെയ്ത അനുഭവം കേട്ടപ്പോൾ ആർക്കെങ്കിലും അത് പ്രയോജനപ്പെടുമെങ്കിൽ ഇനിയും അത് ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിത് നിങ്ങളോട് അവതരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ വളരെ ആൾമോസ്റ്റ് കിടപ്പായിട്ടുള്ള എൻ്റെ കുടുംബത്തിനും അവിടെ ചികിത്സയ്ക്കാക്കിയിട്ടാണ് ഞാൻ വന്നത് എന്നുകൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നു. അപ്പോൾ അനുഭവത്തിൻ്റെ ഒരു പ്രകാശവും കൂടി അതിനകത്ത് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതുകൂടി ചേർത്തത്. വളരെ ധന്യമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. വളരെ ലാളിത്യത്തോടു കൂടി ജീവിക്കുന്ന ഡോക്ടർ വളരെയധികം, ബാക്കിയെല്ലാം പോസിറ്റീവ് കണ്ടു, കുറച്ച് നേരമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അങ്ങനെ ഒരു അനുഭവം ആർക്കെങ്കിലൊക്കെ പ്രയോജനപ്പെടുമെങ്കിൽ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.